نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر. ഹായ് ഗൈസ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. യെസ് ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പക്ഷികളാണ്. പക്ഷികൾ. ലൈറ്റ് കുറവ് അല്ലേ, ചെറിയൊരു ലൈറ്റ് കുറവ്. ലൈറ്റ് ഒന്ന് കൂട്ടട്ടെ. ഓക്കെ ഓക്കെ. പക്ഷികൾ വെളുത്തുപോയി അല്ലേ, ഭയങ്കര വെളുപ്പ്, ലൈറ്റ് കുറവ്. ഓക്കെ യെസ് ഗൈസ്, നമ്മളിത് പക്ഷികളുടെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പക്ഷികളുടെ കാര്യങ്ങൾ, GK-യിലുള്ള കുറച്ച് പക്ഷികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് പോകും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. GK-യിൽ നമ്മളോട് പക്ഷികളെ പറ്റിയോ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പക്ഷികളെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. പക്ഷികളെ പറ്റി അത്ര മതി. കൂടുതൽ എളുപ്പമായി പ്രശ്നമാണ്, ലൈറ്റിന്റെ പ്രശ്നമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമുക്കൊരു യൂട്യൂബ് ചാനൽ, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, 3 വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് PDF-കൾ കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ തന്നെ പിന്നെ അതിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, റിമൈൻഡർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാവും. അതിൽ ഏകദേശം ഒരു 4000, 5000, 6000-ഓളം കുട്ടികൾ ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്തോടെ ഇങ്ങനെ നമ്പർ ഇങ്ങനെ പോകുന്നുണ്ട്. ആ നമ്പറിൽ ജസ്റ്റ് ഇതാക്കുക, അല്ലെങ്കിൽ PDF അയക്കും. PDF കിട്ടാത്തവരായിരിക്കും അല്ലെ, ഗ്രൂപ്പിലില്ലാത്തവരെന്ന് പറയുന്നത്. അപ്പം നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി. താഴത്തോടെ ഇങ്ങനെ നമ്പർ പോകുന്നുണ്ട്. അതിലൊരു ഹായ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. യെസ് ഗൈസ്, നമ്മൾ നേരെ പോവാണ്. നമ്മൾ ഇന്ന് CM Kids 2026-ന്റെ GK ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. GK-യിൽ ബേർഡ്സിന്റെ ആദ്യത്തെ ക്ലാസ് ആണിത്. ബേർഡ്സിന്റെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ പക്ഷികളെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല, എന്തോ വലിയ സംഭവമാണ് പറയാൻ പോകുന്നത് വിചാരിക്കേണ്ട. വളരെ ചെറിയ കാര്യങ്ങൾ, വളരെ ചെറുതായിട്ടുള്ള നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാം. ഒന്നാമത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ രണ്ടാമത്തെ ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല 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 കുറച്ച് കട്ടിയായിട്ടുള്ള അല്ലെ, അമേരിക്കയിലുള്ള കാക്കനെയൊക്കെ പറ്റി പഠിക്കാം. ഓക്കെ റെഡി. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് ഇടാൻ മറന്നു പോകുന്നത്. ലൈക്ക് നിർബന്ധമാണ്. നിങ്ങൾ ഓരോ ലൈക്ക് എന്ന് പറയുന്നത് പിന്നെയും നമുക്ക് ക്ലാസ്സുകൾ എടുക്കാനുള്ള ഒരു മോട്ടീവാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് മൈ വീഡിയോസ്. ഓക്കെ, സോ പ്ലീസ് put a like on my video. Okay guys, ready. നേരെ പോവാണ് നമ്മൾ. നെക്സ്റ്റ് നമ്മുടെ വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഒക്കെ ഇതിലുണ്ട്. നമുക്ക് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. കുറേ മെസ്സേജ് വാട്സപ്പിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ റെഡി, ഇനി നേരെ നമുക്ക് പോവാം അല്ലേ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത്? ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യയുടെ ദേശീയ പക്ഷി അത് പീകോക്ക്, മയിലാണ്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. വിച്ച് ഇസ് ദ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ അല്ലെ, അത് പീകോക്ക് ആണ്. അതിന് പ്രത്യേക തർക്കങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ തന്നെയാണ് വിച്ച് ബേർഡ് ഈസ് ദ സ്റ്റേറ്റ് ബേർഡ് ഓഫ് കേരള. കേരളത്തിന്റെ സംസ്ഥാന പക്ഷി എന്നറിയപ്പെടുന്നത് ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ് അല്ലെ. ഗ്രേറ്റ് ഹോൺബിൽ എന്ന് പറയുന്ന മലമുഴക്കി വേഴാമ്പലാണ്. ഈ ഒരു 2 ചോദ്യങ്ങൾ ഏതൊരാൾക്കും അറിയേണ്ട ചോദ്യങ്ങളാണ് ഇല്ലേ, നമുക്ക് അറിയുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്താ സാറ് പറയുന്നത്, ഇത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. GK-ലൊക്കെയാണ് ചിലപ്പോൾ ജയിക്കാനുള്ള 2-3 മാർക്കൊക്കെ കിട്ടുക. GK എന്നാണ് കിട്ടുക. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടാനുണ്ട്. അതായത് ചെറിയൊരു 1-2 മാർക്കിനൊക്കെ ഒന്ന് ഇതായി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് ജയിക്കാനുള്ള മാർക്ക്, എന്തോ സാധാരണ ജയിക്കാനുള്ള മാർക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ ഒരു GK പോലെയുള്ള ഇതാണ്. ഓക്കെ റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ, ഹു ഈസ് നോൺ ആസ് ദ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതും വളരെ ഗൗരവമുള്ളതും ഏറ്റവും കൂടുതൽ പരീക്ഷയിൽ ചോദിച്ചതുമായ ഒരു ചോദ്യമാണ്. ഡോക്ടർ സാലിം അലിയെ പറ്റിയിട്ട് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ ആരാണ്? ബേർഡ് മാൻ ആരാണ്? ബേർഡ് മാൻ ഓഫ് ഇന്ത്യ, അത് മറന്നു പോകാൻ പാടില്ല. ഡോക്ടർ സാലിം അലിയാണ്. ഡോക്ടർ സാലിം അലിയാണ് ഇന്ത്യയുടെ ബേർഡ് മാൻ എന്നറിയപ്പെടുന്നത്, പക്ഷി മനുഷ്യൻ. ഓക്കെ, പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സാലിം അലിയാണ്. ഇനി അടുത്തത്, ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ഏത്? നമുക്കറിയാം, അത് ഹമ്മിങ് ബേർഡ് ആണ് അല്ലെ. ഹമ്മിങ് ബേർഡ് ആണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി എന്നറിയപ്പെടുന്നത്. പക്ഷി എന്നറിയപ്പെടുന്നത് എന്താണത്? ഹമ്മിങ് ബേർഡ് ആണ്. ചെറിയ കുഞ്ഞായിരിക്കും.
കുഞ്ഞി പക്ഷിയാണ് അല്ലെ, ചെറിയ പക്ഷി. യെസ് ഗൈസ്, നെക്സ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. വിച്ച് ബേർഡ് ലേസ് ദ ലാർജസ്റ്റ് എഗ്, അല്ലെ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം ഒട്ടക പക്ഷിയാണ്. ഒട്ടകപക്ഷിയുടെ മുട്ടയാണ് ബെല്ലമുട്ട അല്ലെ. അപ്പൊ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏതാ ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം, അത് ഒട്ടകപക്ഷിയുടെ മുട്ട. ഒരു ഒട്ടകപക്ഷിന്റെ മുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 10 ആക്കൽ ഓംലെറ്റ് അടിച്ച് കഴിച്ചൂടെ? എന്തായാലും നിങ്ങൾ സാറെന്ത് ക്രൂരന, ഒട്ടകപക്ഷിനെ വരെ വിടൂല. കോയിമുട്ടയിൽ ഓംലെറ്റ് അടിച്ചാൽ പോലെ ഒട്ടകപക്ഷിനെ അടിക്കണം, അങ്ങനെയല്ല ചോദിക്കണ്ടാവൂലേ. അപ്പൊ ഒട്ടകപക്ഷിന്റെ മുട്ടയാണ് ബെല്ലമുട്ട. ഓക്കെ റെഡി. ഓസ്ട്രിച്ച് അല്ലെ. വിച്ച് ബേർഡ് ക്യാൻ ഫ്ലൈ ബാക്ക്വേർഡ്, പിറകോട്ട് പറക്കാൻ കഴിവുള്ള പക്ഷി ഏതാണ്? പിറകോട്ട് പറക്കാൻ കഴിവുള്ള പക്ഷി എന്ന് പറയുന്നത് ഹമ്മിങ് ബേർഡ് ആണ്. മൂപ്പർ മുമ്പോട്ട് ഇങ്ങനെ പോകും, അതേപോലെ ബാക്കോട്ട് റിവേഴ്സ് അടിക്കുകയും ചെയ്യും. മൂപ്പർ നിങ്ങൾ കണ്ടില്ല ഹമ്മിങ് ബേർഡ്, കണ്ടില്ല ഹമ്മിങ് ബേർഡ് പറക്കുന്നത്? മുമ്പോട്ടും പോകും മൂപ്പർ, അതേപോലെ റിവേഴ്സ് അടിക്കും. ഭയങ്കര കൈവന്നെ അല്ലെ. എന്താ ആ ഇങ്ങനെല്ലാം വന്നിട്ട് ഇങ്ങനെ പൂക്കളുടെ അടുത്തെല്ലാം വന്നിട്ട് നിന്നിട്ട് ഇങ്ങനെ അവിടെ പോയി നിന്ന് പിന്നെയും ബാക്കോട്ട് ഇങ്ങനെ വന്ന് പിന്നെയും അങ്ങോട്ട് പോയി നിന്നിട്ട് അങ്ങനത്തെ കളി കളിക്കുന്ന സാധനം കണ്ടില്ലേ ഹമ്മിങ് ബേർഡ്? റെഡി. അപ്പൊ പുറകോട്ട് പറക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണ് ഏത്? നമ്മളുടെ ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നത്. വിച്ച് ബേർഡ് ക്യാൻ ഫ്ലൈ ബാക്ക്വേർഡ് അല്ലെ, റിവേഴ്സ് എടുക്കാൻ പറ്റുന്ന ബേർഡ് എന്ന് ചോദിച്ചാൽ അല്ലെ, വണ്ടി റിവേഴ്സ് എടുക്കാൻ പറ്റുന്ന വണ്ടി അല്ലെ, റിവേഴ്സ് എടുക്കാൻ പറ്റുന്ന പക്ഷി എന്ന് ചോദിച്ചാൽ നമുക്ക് അത് എഴുതി കൊടുക്കാം, അത് ഹമ്മിങ് ബേർഡ് ആണെന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ്, തല. വിച്ച് ബേർഡ് ക്യാൻ റൊട്ടേറ്റ് ഇറ്റ്സ് ഹെഡ്, തല അതല്ല കേട്ടോ, ചോദ്യം വായിക്കാം. വിച്ച് ബേർഡ് ക്യാൻ റൊട്ടേറ്റ് ഇറ്റ്സ് ഹെഡ് 270 ഡിഗ്രി, 270 ഡിഗ്രിയിൽ തല തിരിക്കാൻ പറ്റുന്ന, 270 ഡിഗ്രിയാണ് 270 ഡിഗ്രിയിൽ തല തിരിക്കാൻ പറ്റുന്ന പക്ഷി എന്ന് പറയുന്നത് മൂങ്ങയാണ് അല്ലെ. വിച്ച് ബേർഡ് ക്യാൻ റൊട്ടേറ്റ് ഇറ്റ്സ് ഹെഡ് 270 ഡിഗ്രി, 270 ഡിഗ്രി വരെ തല തിരിക്കാൻ കഴിവുള്ള പക്ഷി എന്ന് നമുക്ക് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം, അത് ആരാണ്? മൂങ്ങയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. ഓക്കെ റെഡി. അടുത്തത്, വിച്ച് ബേർഡ് ഈസ് ദ സിംബൽ ഓഫ് പീസ് അല്ലെ, സമാധാനത്തിന്റെ പ്രതീകമായ പക്ഷി അല്ലെ. നമ്മൾ വെള്ളപ്രാവുകളെ അല്ലേ സമാധാനത്തിന്റെ പ്രതീകമായിട്ട് കണ്ടില്ലേ, വെള്ളപ്രാവുകളെ ഇങ്ങനെ വിടുന്നത് അല്ലേ അല്ലേ, പ്രാവാണെന്ത്? വിച്ച് ബേർഡ് ഈസ് ദ സിംബൽ ഓഫ് പീസ്, പീസ് അല്ലെ, പീസ് സമാധാനത്തിന്റെ ആ ഒരു പ്രതീകമായിട്ട് നമ്മൾ കാണുന്ന പക്ഷി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അത് പ്രാവാണ് അല്ലെ, പ്രാവാണ്. ഓക്കെ റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. വിച്ച് ബേർഡ് ഈസ് ദ ഫ്ലൈറ്റ്ലെസ് സ്വിമ്മർ, പറക്കാൻ കഴിയില്ലെങ്കിലും നന്നായിട്ട് നീന്താൻ കഴിയുന്ന പക്ഷി. ഇനി പറക്കാനൊന്നും കഴിയൂല അല്ലെ, പെങ്കിൻ അല്ലെ. പെങ്കിന് കണ്ടില്ലേ നിങ്ങൾ എന്ന് പറഞ്ഞ പോലെ, പെങ്കിൻ എന്താണ്, പറക്കാനൊന്നും കഴിയൂല, പക്ഷെ നന്നായിട്ട് മൂപ്പർ നീന്തും, സ്വിം ചെയ്യും അല്ലെ. വിച്ച് ബേർഡ് ഈസ് ഫ്ലൈറ്റ്ലെസ് ആൻഡ് സ്വിമ്മർ, ഫ്ലൈറ്റ്ലെസ് സ്വിമ്മർ അല്ലെ. വിച്ച് ബേർഡ് ഈസ് എ ഫ്ലൈറ്റ്ലെസ് സ്വിമ്മർ അല്ലെ, പറക്കാൻ കഴിയാത്ത എന്നാൽ നീന്താൻ കഴിയുന്ന, നന്നായിട്ട് നീന്താൻ കഴിയുന്ന പക്ഷി എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം, അത് പെൻഗ്വിൻ ആണെന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. വിച്ച് ബേർഡ് ഈസ് നോൺ ഫോർ മിമിക്കിംഗ് ഹ്യൂമൻസ് അല്ലെ, അതായത് നമ്മുടെ മനുഷ്യ ശബ്ദം അനുകരിക്കാൻ കഴിവുള്ള അല്ലെ, മിമിക്കിംഗ് ഹ്യൂമൻസ്, അതായത് മനുഷ്യ ശബ്ദം അനുകരിക്കാൻ കഴിവുള്ള പക്ഷി എന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോഴും ഒരാളെ വീട്ടിലൊക്കെ ഉണ്ടാവും. നമ്മളെ വീട്ടിലുണ്ടോ പക്ഷി ഉണ്ടോ? തത്തയുണ്ടോ? തത്തയില്ല, പാരറ്റ് ആണ് മനുഷ്യ ശബ്ദം അനുകരിക്കാൻ പറ്റുന്ന പക്ഷി എന്ന് അറിയുന്നത് അല്ലെ. തത്ത മൈനയൊക്കെ അതിൽ പെടും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കാം, ഇങ്ങനെ വേറെ ഏതെങ്കിലും പക്ഷി ഉണ്ടോ എന്നുള്ളത്. അതായത് മനുഷ്യ ശബ്ദം അനുകരിക്കാൻ പറ്റുന്ന പക്ഷി, അതായത് ഈ കൺഫ്യൂഷൻസ് വരുന്ന ചോദ്യങ്ങളൊന്നും അധികം ചോദിക്കില്ല. 1, 2, 3 ആൻസർ ഒക്കെ വരുന്ന ചോദ്യങ്ങൾ ചോദിക്കില്ല. ഓൾറെഡി നമ്മളുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ടിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തെഴുതാനോ ഒക്കെ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവും. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് GK കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒന്നും വരില്ല. അപ്പോൾ ഇത് നമുക്ക് പാരറ്റ് തത്തയാണ് സാധാരണ രീതിയിൽ മനുഷ്യ ശബ്ദം അനുകരിക്കാൻ പറ്റുന്നത്. ഇനി മൈന ഉണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ടൊക്കെ നോക്കി നോക്കാം. അതൊക്കെ നിങ്ങൾക്ക് നോക്കി നോക്കാം. ഇത് ഞാൻ തന്നെ പറയുന്നത് ഫുള്ള് ശരിയാണെന്നുള്ളത് അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ നേരെ എടുക്കുക, ChatGPT-യോട് ചോദിക്കാം, അല്ലെങ്കിൽ ജെമിനിയോട് ചോദിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് ചോദിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഒരാൾ പറയുന്നത് ശരിയാന്ന് വെച്ചിട്ട് ഫുൾ അങ്ങോട്ട് വിശ്വസിക്കലല്ല. ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ പറയുന്നത് ചെങ്ങ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നത് എനിക്കിത് എവിടെ നിന്നൊക്കെയോ കിട്ടുന്നതാണ്. നെറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും, വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടുന്നതായിരിക്കും, ചിലപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിൽ ചിലപ്പോൾ തെറ്റുണ്ടാവാം, ചിലപ്പോൾ ശരി ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നല്ല, പരമാവധി 99% തെറ്റില്ലാത്ത സാധനങ്ങളാണ് നിങ്ങൾക്ക് തരാൻ നോക്കുന്നത്. 1% മനുഷ്യനാണല്ലോ, 1% എന്തെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ റെഡി. അപ്പൊ നേരെ ഞാൻ എല്ലാവരും മനുഷ്യന്മാരെല്ലാവരും എല്ലാം തികഞ്ഞവരാണോ?
ആണോ? അല്ല. ഞാൻ തന്നെ 4ാം ക്ലാസ് ഞാൻ എടുക്കാറില്ല, ഈ വിഷയങ്ങളും കാര്യങ്ങളും ഒന്നും ഞാൻ എടുക്കാറില്ല. ഞാൻ ഇതിനു വേണ്ടിയിട്ട് പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും എല്ലാം തികഞ്ഞ മനുഷ്യന്മാരൊന്നല്ല, തെറ്റുകളൊക്കെ പറ്റും. ഓക്കെ, റെഡി, നേരെ പോവാണ് നമ്മള്. വിച്ച് ബേർഡ് ഈസ് കോൾഡ് ദ കിങ് ഓഫ് ബേർഡ്സ്? പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് കഴുകനാണ് അല്ലെ. പക്ഷികളുടെ രാജാവ്, കിങ് ഓഫ് ബേർഡ്സ് എന്നറിയപ്പെടുന്നത് കഴുകനാണ്. നേരത്തെ നമ്മൾ പക്ഷി മനുഷ്യൻ പഠിച്ചില്ലേ, അതാരായിരുന്നു? ഡോക്ടർ സാലിം അലി അല്ലെ, പക്ഷി മനുഷ്യൻ, ബേർഡ് മാൻ. ഇത് കിങ് ഓഫ് ബേർഡ്സ്, പക്ഷികളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് അത് ഈഗിൾ ആണ്, കഴുകൻ അല്ലെ. അടുത്തത് വിച്ച് ബേർഡ് മേക്സ് ഹാങ്ങിങ് നെസ്റ്റ്? തൂങ്ങിക്കിടന്ന് കൂട് നിർമ്മിക്കുന്ന പക്ഷി എന്ന് പറയുന്നത് അത് വീവർ ആണ് അല്ലെ. വീവർ അല്ല, തൂക്കണം കുരുവി അങ്ങനെയും പറയും അല്ലെ. വീവർ ബേർഡ്, വീവർ ബേർഡ്. ഓക്കെ, റെഡി. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. വിച്ച് ബേർഡ് ഈസ് എ സ്കാവഞ്ച്, നാച്ചുറൽ ക്ലീനർ? പ്രകൃതിയിലെ ശുചീകരണ തൊഴിലാളി എന്നറിയപ്പെടുന്നത് അത് കഴുകനാണ്. ഞാൻ ജസ്റ്റ് ഗൂഗിളും ചെയ്ത് നോക്കി. ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് കഴുകനാണ്. ഞാൻ വിചാരിച്ചു കാക്കയാണെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ രീതിയിൽ ശുചീകരണ തൊഴിലാളി എന്നറിയപ്പെടുന്നത് സാധാരണ കാക്ക എന്നാണ്. പക്ഷെ ഞാനത് ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്ത് എന്നോട് പറഞ്ഞത് അതെന്താണ്, അത് കഴുകൻ തന്നെയാണ്. വേണേ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഗൂഗിൾ ചെയ്യാം. ഇപ്പൊ തന്നെ ഗൂഗിൾ ചെയ്യാം. കോപ്പി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഇത് ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന്, വിച്ച് ബേർഡ് ഈസ് ദ, കണ്ടോ, കഴുകനല്ലേ പറയുന്നത്. ദ ബേർഡ് ഈസ് ബെസ്റ്റ് നോൺ ആസ് സ്കാവഞ്ചർ ഈസ് റെഫറൻസ് നാച്ചുറൽ ക്ലീനർ ഈസ് അല്ലേ, കഴുകൻ തന്നെയാണ് ആ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനതാ പറഞ്ഞത് കഴുകനാണ്. ഗൂഗിളും പറയുന്നത് അങ്ങനെ തന്നെ, കഴുകൻ എന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. വിച്ച് ബേർഡ്, ഇങ്ങനെ ചെക്ക് ചെയ്യാട്ടോ, നമുക്ക് ഇത് നേരെ കോപ്പി ചെയ്യുക, നേരെ കൊണ്ടുപോയി ഗൂഗിളിലേക്ക് പേസ്റ്റ് ചെയ്യുക, അതാണോ നോക്കുക. ഓക്കെ, വിച്ച് ബേർഡ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഇൻ ദ വേൾഡ്? ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള പക്ഷി എന്ന് പറയുന്നത് അല്ലെ, പാരഗ്രിൻ ഫാൽക്കൺ എന്ന് പറയുന്ന പക്ഷിയാണ്. ഇതൊക്കെ അങ്ങനെ തന്നെ ഒന്ന് നോക്കി വെച്ച. ഫാൽക്കണിന്റെ കൂടെ ഫാൽക്കണിൽ പെട്ട പാരഗ്രിൻ അല്ലെ, പാരഗ്രിൻ എങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കണം. പാരഗ്രിൻ എന്നാണോ പാരഗ്രിൻ തന്നെയായിരിക്കും, പാരഗ്രിൻ ഫാൽക്കൺ. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള പക്ഷി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. വിച്ച് ബേർഡ് ഈസ് ദ റെയിൻ മെസഞ്ചർ? നമുക്കറിയാം മഴയുടെ ദൂതൻ എന്ന് വിളിക്കുന്നത് അത് കുയിലാണ് അല്ലെ, കുയിലാണ്. ഓക്കെ, വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് ബേർഡ്സ് കോൾഡ് അല്ലെ? പക്ഷികളെ കുറിച്ചുള്ള പഠനം, അതിന് പറയപ്പെടുന്ന പേരാണ് ഓർണിത്തോളജി. പക്ഷികളെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഓർണിത്തോളജി. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. പക്ഷികളെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഓർണിത്തോളജി. അപ്പോ വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് ബേർഡ്സ് കോൾഡ്? പക്ഷികളെ കുറിച്ചുള്ള പഠനം എങ്ങനെ അറിയപ്പെടുന്നു? അത് അറിയപ്പെടുന്നതാണ് ഓർണിത്തോളജി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. വിച്ച് ബേർഡ് ഹാസ് ദ ലാർജസ്റ്റ് വിങ് സ്പാൻ? ഏറ്റവും വലിയ ചിറകുള്ള പക്ഷിയാണ് ആൽബട്രോസ് ആണ് ഏറ്റവും വലിയ ചിറകുള്ള. വലിയ ചിറക് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിന്റെ വിങ്സ് പോലെയൊന്നുമല്ല, വലിയ ചിറകുള്ള പക്ഷി അതറിയപ്പെടുന്നത് അത് ആൽബട്രോസ് ആണ്. ആൽബട്രോസിനെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ആൽബട്രോസിനെ കാണാൻ വേണ്ടി ഇവരാണ് ആൽബട്രോസ് ചങ്ങായി കേട്ടോ. ഈ ചങ്ങായി കാണും, വലിയ ചിറക് കാണുന്നില്ലേ, വലിയ ചിറകുണ്ട് തോന്നുന്നു, വലിയ ചിറക ആൽബട്രോസ്. ഓക്കെ, റെഡി. ഇനി അടുത്തത് രാത്രിയിൽ സഞ്ചരിക്കുന്ന പക്ഷിയൊക്കെ നമുക്ക് അറിയുന്നതാണ് മൂങ്ങ. അതിനൊന്നും വലിയ സംശയമൊന്നുമില്ല. വിച്ച് ബേർഡ് ഈസ് ആക്റ്റീവ് അറ്റ് നൈറ്റ് അല്ലെ? രാത്രി മാത്രം സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ് മൂങ്ങ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന പക്ഷി ആർട്ടിക് ടേൺ. ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ LSS-ന്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. LSS-ന് ചോദിച്ചിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ആർട്ടിക് ടേൺ ആണ്. അടുത്തത് വിച്ച് ബേർഡ് ഡ്രിൽ ഹോൾസ് ഇൻ ട്രീസ്? മരത്തിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്ന പക്ഷി അത് വുഡ്പെക്കർ അല്ലെങ്കിൽ മരംകൊത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കുറച്ച് സിമ്പിൾ അല്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ അതൊന്നുകൂടി ഒന്ന് പഠിച്ചു നോക്കുക. ക്ലാസ്സുകളൊക്കെ കാണുക. നമ്മൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ PDF-കളൊക്കെ ചെറുതാന്ന് പറഞ്ഞ് PDF-കളൊക്കെ കിട്ടും. പ്രിന്റ് ഔട്ട് എടുക്കുക, പഠിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനൊക്കെ തന്നെ പഠിക്കുക, വേറെ സംഭവമൊന്നുമില്ലല്ലോ.
സിമ്പിളാടാ. LSS അല്ലെങ്കിൽ CM കിഡ്സ് എന്നൊക്കെ പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് എഴുതി ജയിക്കാൻ പറ്റുന്ന സംഭവമാണ്. അത് വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചിട്ട് വെറുതെ പഠിക്കാണ്ട് പറഞ്ഞിട്ട് പഠിക്കണ്ട, അങ്ങനെയുള്ള സംഭവമല്ല കേട്ടോ. നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. കാരണം ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് 4ാം ക്ലാസ്സിലുള്ള മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾ. മറ്റുള്ള കുട്ടികൾക്ക് കിട്ടാത്ത എന്തോ ഒരു സംഭവമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. എന്തോ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ ടീച്ചർമാർ ആ എക്സാം പേപ്പറൊക്കെ നോക്കി കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് പിടിച്ചിരുത്തിയിട്ടുള്ളത് അല്ലേ. നിങ്ങൾക്ക് എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് ടീച്ചർമാർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ പിടിച്ച് ഇരുത്തിയിട്ടുള്ളത്, സാധാരണ കുട്ടികളല്ല നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത LSS അല്ലെങ്കിൽ CM കിഡ്സ് എക്സാമിന് എഴുതിയിട്ട് വിജയിച്ചിട്ട് കാണിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. വേറെ കൂടുതൽ ഇതിന് പ്രസംഗിക്കാനൊന്നുമില്ല. ഒരുത്തരം പേടിക്കേണ്ടത് കിട്ടൂല. ഇത് കിട്ടൂന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് കുറച്ചൊരു പണിയെടുക്കണം. എന്ത് സാധനമാണെങ്കിലും നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് പണിയെടുക്കണം അല്ലേ, വേണ്ടേ? യെസ് ഗൈസ്, അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മുടെ വീഡിയോയുടെ താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട്, വെറുതെ കൊടുത്താൽ ലൈക്ക് ചെയ്യണം. പിന്നെ വീഡിയോ ഒക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് സ്റ്റാറ്റസ് ഒക്കെ കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ